ഇറാൻകാർ ഇന്നലെ രാത്രി നടത്തിയ 100 കണക്കിന് മിസൈൽ അറ്റാക്ക് ഉണ്ടല്ലോ ഇസ്രായേലിൽ. അത് ഇസ്രായേലിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇത്ര വലിയൊരു അറ്റാക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇസ്രായേലുകാർ ലെബനനിൽ പോയി ഹസ്ബുള്ളത്ത് എടുത്ത ആ ഒരു റിറ്റാലിയേഷൻ ആണ് ഇത് സംഭവം. അപ്പൊ ഇറാൻ ചെയ്ത ഇത്ര വലിയൊരു അറ്റാക്കിന് ഇനി ഇസ്രായേലിന്റെ ഭാഗം ഒരു റിറ്റാലിയേഷൻ ഉണ്ടാവും. അപ്പൊ ഇതിനി ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. അതായത് ഒരാൾ തുടങ്ങിയാൽ മതി, അതിങ്ങനെ പൊയ്ക്കോളും. റിറ്റാലിയേറ്റ് ചെയ്ത് ഒരു വേൾഡ് വാറിൽ എത്തേണ്ട ഒരു രീതിയിലാണ് ഇപ്പൊ ഇതിന്റെ പോക്ക്. ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ല, ഇസ്രായേലിന്റെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. ഇനി നമ്മൾ നവംബർ ആകുമ്പോഴേക്കും ട്രംപ് എങ്ങാനും ജയിച്ചു എന്ന് വെക്കുക, ട്രംപ് ഇസ്രായേലിന്റെ ആളാണ്, ഇസ്രായേൽ ഇറാനെ എന്ത് ചെയ്താലും ഫുൾ സപ്പോർട്ട് ആയിരിക്കും ട്രംപിന്റെ വക. അതേപോലെ വ്ളാഡിമിർ പുടിന്റെ ആളാണ് ട്രംപ്. അപ്പോൾ ഈ ഉക്രൈന് അമേരിക്കക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസ ഉണ്ടല്ലോ, അതും സ്റ്റോപ്പ് ചെയ്യും. അത് സ്റ്റോപ്പ് ചെയ്ത റഷ്യക്കാർ ഈസി ആയിട്ട് ഉക്രൈന് പിടിച്ചെടുക്കും. അപ്പൊ മിഡിൽ ഈസ്റ്റിലും ഒരു യുദ്ധമായി, യൂറോപ്പിൽ യുദ്ധമായി. ഇനി അടുത്തത് ഏഷ്യയാണ്. അമേരിക്ക പുറത്തുള്ള കൺട്രീസിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ചൈനക്കാർ നമ്മുടെ തായ്വാനിലേക്ക് വരും. തായ്വാൻ ഇപ്പൊ ഡിസ്കഷനിൽ വരുന്നത് അവരുടെ ആ മൈക്രോ ചിപ്പ് ഉള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും വേണ്ടത് മൈക്രോ ചിപ്പാണ്. അപ്പൊ ചൈന ഇത് നോട്ടൗട്ട് വെച്ചിട്ടുണ്ട് പണ്ട് തന്നെ. എപ്പോഴാണ് അമേരിക്കക്കാരൊന്ന് വീക്ക് ആവാന്നുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ തായ്വാനിലേക്ക് ചൈനക്കാർ വരും. അപ്പൊ മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, യൂറോപ്പ് മൂന്നവിടെയും യുദ്ധം തുടങ്ങി. പിന്നെ ഓരോ രാജ്യക്കാരായിട്ട് ഓരോ സൈഡായിട്ട് മാറും. പിന്നെ വലിയൊരു യുദ്ധമാവും. ഇത് തന്നെയാണ് വേൾഡ് വാറിന്റെ ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും സമയത്തൊക്കെ സംഭവിച്ചത്.